സിബിൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിരുന്നു. ഞാൻ ജസ്റ്റ് അതൊന്ന് വായിക്കാം. നട്ടല് നിവർത്തി നിൽക്കും, തല ഉയർത്തി പിടിക്കും, ഭയമല്ല കരുതലാണ്, പ്രതികാരമില്ല കടപ്പാടാണ്. ഇതിൽ കഴിഞ്ഞ 3-4 ദിവസത്തെ പല കാര്യങ്ങളും ഒളിഞ്ഞും തെളിഞ്ഞും കിടപ്പുണ്ട്. സോ ഈ ഒരു സ്റ്റോറി അതായത് വെറുതെ ടൈപ്പ് ചെയ്താണ് ഇട്ടായിരുന്നത്, വേറെ ഒന്നുമല്ല. ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ ഫോട്ടോസ് എല്ലാം നല്ല രീതിയിൽ ആക്റ്റീവായിട്ടുള്ള സിബിൻ ടൈപ്പ് ചെയ്ത് ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ടായ ഒരു സ്റ്റോറിയാണ്. ഇതിൽ എന്ത് തോന്നുന്നു? നട്ടല് ഉയർത്തി വന്നിട്ട് ചങ്കൂറ്റത്തോടു കൂടി വന്നിട്ട് എനിക്ക് ഇന്ന കാര്യം പറയാനുള്ളൂ എന്ന് പറയണം. അല്ലാണ്ട് എനിക്കിതേ കടപ്പാടുണ്ട്, എനിക്ക് പ്രതികാരമില്ല, ഇങ്ങനെയൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടല്ലോ, നമ്മളൊരു കാര്യം പറയുന്നത് കേൾക്കാൻ മറ്റൊരാൾക്ക് സമയമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഭയങ്കര ഒരു മോഡേൺ സിറ്റിയിൽ തിരക്കുകളൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു ജനതയുടെ ഇടയിലാണ് നമ്മളുള്ളത്. അപ്പൊ ഒരു കാര്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്ലാരിറ്റിയിൽ പറയണം. ഇപ്പൊ ഇതിൽ പല പല ദ്വയാർത്ഥങ്ങളാണ്. ആ ദ്വയാർത്ഥങ്ങൾക്ക് ഒറ്റ പേരുള്ളൂ, ധൈര്യമില്ലായ്മ. കാരണം സിബിൻ ലൈവിൽ പറഞ്ഞിരുന്നു, അതായത് വീക്കെൻഡിൽ ഇവൻ സീക്രട്ട് റൂമിൽ പോയതിനു ശേഷമുള്ള ഒരു 80 അല്ലെങ്കിൽ 72 മണിക്കൂറുകളിൽ നടന്ന സംഭവങ്ങൾ ഇപ്പോൾ പറയാൻ പറ്റില്ല, കോൺട്രവേഴ്ഷ്യൽ ആണ്. അത് എനിക്ക് പറയാനുള്ളത്, സിബിന്റെ ലൈവ് നമ്മളെല്ലാവരും കണ്ടതാണ്. ഞാനിവിടെ വയലൻസ് കാണിക്കും, ഞാനിവിടുത്തെ സാധനങ്ങളെല്ലാം തല്ലിപ്പൊളിക്കും, എന്നെ പെട്ടെന്ന് പുറത്താക്കിക്കോ, അല്ലെങ്കിൽ ഞാൻ ഇവിടുത്തെ കണ്ടസ്റ്റൻസിനെ ഉപദ്രവിക്കും, ബിഗ് ബോസ് എന്നെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പുറത്തു വിടുക. എന്റെ ജീവിതത്തിൽ മുമ്പ് ഇതുപോലെ ഒരു മോശം ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്, ഞാൻ കുറെ കാലം കഴിഞ്ഞിട്ടാണ് മാനസികമായിട്ട് റിക്കവർ ചെയ്ത്, എന്നെ പുറത്താക്കൂ, എന്നെ പുറത്ത് കൊണ്ടുപോകൂ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞു നിലവിളിച്ച ഒരാള് ഇപ്പൊ ഈ ഒരു കാര്യം പറയുമ്പോൾ നമുക്കത് വിശ്വാസയോഗ്യമായിട്ട് എടുക്കാൻ പറ്റുന്നില്ല. കാരണം ഒരു കാര്യത്തില് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് പുറത്തു വന്നപ്പോ മാറ്റി പറഞ്ഞ ആളാണ്. അപ്പൊ ഈ കാര്യങ്ങൾ മാറ്റി പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കാര്യങ്ങൾ മാറ്റി പറയുന്ന ആൾക്കാരെ നമുക്ക് അതിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുക. പറയുമ്പോ ചങ്കൂറ്റത്തോടു കൂടി ക്ലാരിറ്റി ആയിട്ട് പറയണം. ഒന്നില്ലെങ്കിൽ രണ്ട് വള്ളത്തിൽ ഇങ്ങനെ ഒരുമിച്ച് ചവിട്ടാൻ നിൽക്കരുത്. എനിക്ക് കടപ്പാടുണ്ട്, പ്രതികാരമില്ല, അപ്പൊ 2 വള്ളത്തിലായി കാല്. അപ്പൊ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതുപോലെ വ്യക്തമായിട്ട് പറയാന്നുള്ളതാണ്. നമ്മളൊക്കെ ഓപ്പൺ ബുക്സ്, നമ്മൾ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നുള്ള ആലോചിക്കുന്നു. എനിക്കിപ്പോ എന്തെങ്കിലും കാര്യം പറയാണ്ടെങ്കിൽ ഞാൻ ഒന്നും കയറിയില്ല, പറയാണ്ടെങ്കിൽ എന്താ തുറന്നടിച്ച് പറയും, അല്ലെങ്കിൽ പറയാൻ നിൽക്കരുത്, സൈലന്റ് ആവണം, മിണ്ടാതിരിക്കണം.